ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്, എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജി, എന്തെല്ലാമാണ് ബ്ലെസ്സിങ്സ്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നോക്കാം. എപ്പോഴും പറയുന്നത് പോസിറ്റീവായിട്ടിരിക്കണം കേട്ടോ. അതായത് നല്ലത് വരും, ഇന്ന് നല്ല ദിവസമാണ്, ഇന്ന് ഏറ്റവും നല്ല ദിവസമാണ്, ഇന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ദിവസമാണെന്ന് മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. അപ്പോൾ നെഗറ്റീവ് കാർഡ്സ് വന്നാലും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട. ഫസ്റ്റ് കാർഡ് എംപ്രസ് ആണ്. എംപ്രസ് എന്ന് വെച്ചാൽ മദർലി അഫെക്ഷനുള്ള, അത് മദർഹുഡിൻ്റെ കാർഡാണ്. ഫെർട്ടിലിറ്റി, ക്രിയേറ്റിവിറ്റി, അബണ്ടൻസ്, മാനിഫെസ്റ്റേഷൻസ്, അതിൻ്റെ എല്ലാം കാർഡാണ് ടെമ്പറൻസ്. അപ്പോൾ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അതെല്ലാം നടക്കാൻ പാകത്തിന് നമുക്ക് ഭാഗ്യമുള്ള ദിവസമാണ്. നമുക്ക് എല്ലാ രാശികളുടെ അനുഗ്രഹമുള്ള ദിവസമാണ്. നവഗ്രഹങ്ങൾ അല്ലെങ്കിൽ അഷ്ടഗ്രഹങ്ങളെന്ന് പറയുന്നവരുടെ ആശീർവാദമുള്ള ദിവസമാണ്. എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കും. ഭാഗ്യമുള്ള ദിവസമാണ്. അബണ്ടൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ സെൽഫ് ലവ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ വല്ലാത്ത അഡ്മിറേഷൻ, വല്ലാത്ത ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്ന എനർജി ആയിരിക്കും ഇന്നത്തെ ദിവസം ഉള്ളതെന്നാണ് എംപ്രസ് എനർജി പറയുന്നത്. ഒരു മദർലി അഫെക്ഷനാണ്, അതായത് മദർഹുഡിൻ്റെ എനർജിയാണ്. ഫെർട്ടിലിറ്റി, ക്രിയേറ്റിവിറ്റി, അപ്പം ഇതെല്ലാം ഉള്ളൊരു ദിവസമായിരിക്കും. വളരെ ക്രിയേറ്റീവ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നൊരു എനർജിയാണ് എംപ്രസ് എന്ന് പറയുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ ഫെമിനിറ്റിയുടെ പീക്കാണ്. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങൾ എല്ലാ കാര്യത്തിലും. ഷാർപ്പായിരിക്കും, ക്ലവറായിരിക്കും, ബ്യൂട്ടിഫുൾ ആയിരിക്കും, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നതായിരിക്കും, മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നും. അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് എംപ്രസ് കേട്ടോ. എംപ്രസ്, ദാറ്റ് ഇസ് ഫസ്റ്റ് കാർഡ്. ഓഹോ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇത് ഒരു സ്ലോയിങ് ഡൗൺ പ്രോസസ്സിന് ശേഷം നമ്മൾ ആഗ്രഹിച്ച മൂല്യവത്തായ, അതായത് നമ്മൾ എന്താണോ വളരെ വേർത്തിയായിട്ട് വളരെ പ്രഷ്യസ് എന്ന് വിചാരിക്കുന്നത് അത് നമ്മളിലേക്ക് തിരിച്ചു വരുന്ന എനർജിയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഇപ്പോൾ നമ്മൾ പണമാണ് ഏറ്റവും മൂല്യമുള്ളതെന്ന് വിചാരിക്കുന്നതെങ്കിൽ പണം നമ്മളിലേക്ക് പതുക്കെ പതുക്കെ വരുന്നു എന്നാണ്. ഇനി അതല്ല, ഒരു വ്യക്തി, നമ്മൾ വളരെ പ്രഷ്യസ് ആയിട്ട് വെച്ചിരുന്ന ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മളെ കാണാൻ മെല്ലെ മെല്ലെ വരുന്നു എന്നാണ്. പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ നമ്മളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. ഒരാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അത് നമ്മളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. അപ്പോൾ അവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് പണമായിരിക്കാം മോസ്റ്റ്ലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ കാത്തിരുന്നതായിരിക്കാം. മുൻപ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നിട്ട് നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തതോ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിരുന്നിട്ട് കിട്ടാതിരുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് പതുക്കെ പതുക്കെ കാത്തിരുന്ന് അവസാനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നൊരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നതാവാനും സാധ്യതയുള്ളതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. തേർഡ് മൂൺ എനർജിയാണ്. ഇന്നലെ ഇന്നും മൂൺ എനർജി ഉണ്ട്. ഒരു മൂഡ് സ്വിങ്സിൻ്റെ ഒക്കെ എനർജിയാണ്. മേ ബി നിങ്ങൾ നിങ്ങളുടെ മെൻസ്ട്രുവേഷൻ പീരിയഡ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. മെനോപോസിലൂടെ പോകുന്ന ലേഡീസ് ഇത് കാണുന്നുണ്ടാവാം. നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം ഇമോഷണൽ ഔട്ട് ബ്രേക്സ് വരുന്നുണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, പെട്ടെന്ന് സൈലൻ്റ് ആവുക, ഒറ്റപ്പെട്ട പോലെ തോന്നുക, ഒറ്റയ്ക്കിരുന്ന് കരയുക, അങ്ങനെയുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ മൂൺ എനർജി എന്ന് പറഞ്ഞാൽ പേടിയുടെ എനർജിയും കൂടിയാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ എന്തിനെയോ പേടിക്കുന്നുണ്ട്. ആ പേടി യാഥാർത്ഥ്യമാവുമെന്ന് നിങ്ങൾക്ക് വല്ലാത്ത ഭയം, അതാണ് മൂൺ എനർജി പറയുന്നത്. അപ്പം മൂഡ് സ്വിങ്സിനെ കുറിച്ചും അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള പേടിയെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റാണ്. നിങ്ങൾ മുമ്പത്തെ ഓർമ്മകളെക്കുറിച്ച് ഓർത്തിരുന്നിട്ട് അതിനെ ഓർത്ത് വിഷമിക്കുക, കരയുക, അങ്ങനത്തെ ഒക്കെ ഒരു എനർജിയാണ് മൂൺ എനർജി. നെക്സ്റ്റ് ടെമ്പറൻസ്, കോംപ്രമൈസിലേക്ക് വരുന്നു എന്നാണ്. ചിലപ്പം ആരുടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ പിണങ്ങിയിരിക്കുന്നതാവാം. പിണങ്ങിയിരുന്നതിന് ശേഷം കോംപ്രമൈസിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. മേ ബി ഇത് മൂഡ് സ്വിങ്സ് കൊണ്ടായിരിക്കും കേട്ടോ. പറയുന്ന നിസ്സാര കാര്യങ്ങളിലൊക്കെ തട്ടി വഴക്കുണ്ടാവുന്നതും അവിടെ വഴക്കുണ്ടായി മാറി നിൽക്കുന്നതും പിന്നീട് കോംപ്രമൈസ്, ടെമ്പറൻസ്, ബാലൻസിലേക്കൊക്കെ വരുന്നതൊക്കെയാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ പിണങ്ങി നിൽക്കുന്ന ആളുകൾ നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി വരുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് ഇല്ലാത്തയിടത്ത്, അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണെങ്കിൽ അത് ബാലൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ടാവും. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ടെമ്പറൻസും വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ചിലപ്പോൾ ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ പിടിച്ചിട്ട് വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കോംപ്രമൈസിലേക്കൊക്കെ പോകാൻ
കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങളൊന്ന് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. കാം ഡൗൺ ആയിട്ടിരിക്കും കേട്ടോ. ഏസ് ഓഫ് സോർട്സ് ആണ്. ഇതൊരു പുതിയ തുടക്കം എന്നാണ്. പുതിയ കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്നതായിരിക്കാം. അതും അല്ലെങ്കിൽ ഏസ് ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത എന്തോ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടുന്നു എന്നാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ മിണ്ടുമ്പോൾ വഴക്കുണ്ടാവുന്നത് അതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോഴാണ്. അപ്പോൾ വഴക്കുണ്ടാകാനുള്ള കാരണം ക്ലാരിറ്റി ഇല്ലായ്മയാണെങ്കിൽ ഇന്ന് അവിടെ ക്ലാരിറ്റി ഉണ്ടാവും. മാനസികമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റും, മെൻ്റൽ ക്ലാരിറ്റി വരും എന്നൊക്കെയാണ് ഏസ് ഓഫ് സോർട്സ് പറയുന്നത്. അതിൻ്റെ കൂടെ ഇന്ന് പുതിയ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെന്നാ സർജറിയൊക്കെ പ്രിഫർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രിഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് സർജറിക്കൊക്കെ വിധേയരാവുക, അങ്ങനെയുള്ള എനർജി ഉണ്ട്. ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവ് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെയാണ് ഏസ് ഓഫ് സോർട്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് വാണ്ട്സ് ആണ്. ഇത് വിദേശത്തേക്ക് പോകാൻ വെയിറ്റ് ചെയ്യുന്ന മനുഷ്യരുടെ എനർജിയാണ്. വിദേശത്തേക്ക് പോകാനായിട്ട് നിങ്ങളുടെ ഇൻറ്റിമേഷൻ വരുന്നുണ്ടോ, നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അനൗൺസ് ചെയ്യുന്നുണ്ടോ, ടിക്കറ്റ് കിട്ടിയോ, മെഡിക്കൽ പാസ്സായോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കി നിൽക്കത്തില്ലേ. വിദേശത്തേക്ക് നമ്മുടെ ടേണിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കി നിൽക്കുന്ന, വിദേശത്തേക്ക് പോകാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ആളുകളാണ്. പഠിക്കാൻ വേണ്ടിയോ ജോലിക്ക് വേണ്ടിയൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിങ്ങിനും പ്രിപ്പറേഷനുള്ള ദിവസമാണ് എന്നതാണ് കാണുന്നത്. ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. യാത്രയുണ്ടാവും, യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് 3 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ അതാണ് 3 ഓഫ് വാണ്ട്സ്. പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ്റെ ആണ് കേട്ടോ. ട്രഷർ ഹണ്ടിന് പോകുന്ന രാജാവാണ് 3 ഓഫ് വാണ്ട്സ്. അപ്പോൾ നിങ്ങൾ വിദേശത്ത് വല്ല ജോലിക്കോ മറ്റോ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് എവിടെയാണോ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ വഴികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ നിങ്ങളൊരു സംരംഭമൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിന് പുതിയ ബ്രാഞ്ചസ് തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടാവും. മേ ബി ഇവിടെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വിദേശത്തൊക്കെ ബ്രാഞ്ചസ് തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അതിനെക്കുറിച്ചെല്ലാം ആലോചിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് ഈ 3 ഓഫ് വാണ്ട്സ് പറയുന്നത്. ദെൻ നൈറ്റ് ഓഫ് വാണ്ട്സ് പറയുന്നത് വളരെ പാഷനേറ്റായിട്ട് കാര്യങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾ വളരെ പാഷനേറ്റായിട്ട് ഒരാളെ കാണാൻ പോകുന്നുണ്ടായിരിക്കും, യാത്ര പോകുന്നുണ്ടായിരിക്കും, വേഗതയിൽ യാത്ര പോകുന്നുണ്ടായിരിക്കും, വളരെ പാഷനേറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് വരുന്നുണ്ടായിരിക്കും. ഇതൊക്കെയാണ് നൈറ്റ് ഓഫ് വാണ്ട്സ് പറയുന്നത്. വളരെ പാഷനേറ്റാണ്, അതായത് ചെയ്യുന്ന കാര്യം എന്താണോ അതിൽ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അത്രയും വേഗത്തിലായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ക്വിക്കായിരിക്കും, ഡിസിഷൻ ടേക്കിങ് ക്വിക്കായിരിക്കും, അതിനുള്ള ആക്ഷനും പെട്ടെന്നായിരിക്കും, ക്വിക്ക് ആക്ഷനാണ്. ദെൻ വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് എന്ന് പറയുന്നത് ഒരു സക്സസിൻ്റെയും കംപ്ലീഷൻ്റെയും കാർഡാണ്. ഇന്നൊരു സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ച് പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടാകുന്നതായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നാണ്. നിങ്ങളെപ്പോഴും ഒരു കൂട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ എനർജി ചിലപ്പോൾ സ്ക്വീസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തുക. മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, കാരണം അവരാരും നമുക്കൊരു നേരം ആഹാരം കൊണ്ട് തരുന്നവരല്ല. അപ്പോൾ മറ്റുള്ളവരുടെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനെന്നാണ് കാണുന്നത്. ഓക്കെ, അതാണ് വേൾഡ് കാർഡ്. സക്സസ് ആൻഡ് കംപ്ലീഷനാണ്. അവിടെ ഒരു സൈക്കിൾ എൻഡപ്പായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ധാരാളം പണം വന്ന് ചേരുമെന്നാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പണം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്കും കൂടെ ജനറസ് ആയിട്ട് പണം സംഭാവന ചെയ്യുക, മറ്റുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്യുക, ദയോടുകൂടി മറ്റുള്ളവരെയും കൂടെ കാണുക, കമ്പാഷനേറ്റ് ആയിരിക്കുക, ഗ്രൗണ്ടഡ് ആയിരിക്കുക, ഇമോഷണലി കൺട്രോൾ ഉള്ള ആളായിരിക്കുക, നല്ല ഫേം ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, നടപ്പിലാക്കുക. ഇതൊക്കെയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. എന്തായാലും ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. ദെൻ വീണ്ടും നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ്. നൈറ്റ് ഓഫ് സ്വോർഡ്സും നൈറ്റ് ഓഫ് വാണ്ട്സും പറയുന്നത് ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ നൈറ്റുകൾ രണ്ടും സൂപ്പറാണ്. പക്ഷേ ഇയാളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇയാൾ പാഷനേറ്റ് അല്ല. ഇയാൾ വെറുതെ ആരെങ്കിലും പറയുന്ന ഒരു ചാടി പുറപ്പെടുന്ന ഒരാളാണ്. ഇയാളൊരു എടുത്തുചാട്ടക്കാരനും മുൻകോപക്കാരനുമാണ്. ചിലപ്പോൾ എടുത്ത് ചാടി മുൻകോപം കാണിച്ചൊക്കെ ചിലപ്പം പ്രശ്നത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്കുന്നവൻ്റെ ഇടിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ്സ് അതാണ്. വഴക്കാളിയാണ് കേട്ടോ. ചുമ്മാ പോയിട്ട് വഴക്കുണ്ടാക്കാനൊക്കെ ഒരു ടെൻഡൻസി ഉള്ള ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് സോഡ്സ്. നൈറ്റ് ഓഫ് വാണ്ട് അങ്ങനെയല്ല, പാഷനേറ്റാണ്, വളരെ പക്വതയുള്ള ഒരാളാണ് നൈറ്റ് ഓഫ് വാണ്ട്. ഇയാൾ പെട്ടെന്ന് ക്വിക്ക് ആക്ഷൻ എടുത്ത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, വലിയ പാഷനൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് കാർഡ്
4 ഓഫ് വാൺസ് ആണ്. ഇതൊരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ് നടക്കുന്ന ദിവസമാണ്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാഷനെ ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതിലൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുക, നിങ്ങൾ സൂപ്പറാണെന്ന് മറ്റുള്ളവർ പറയുക, അത് നിങ്ങൾ കേൾക്കുക, നിങ്ങളതിൽ അഭിമാനം കൊള്ളുക, അങ്ങനെ ഒരു എനർജി ഉണ്ട്. അതുപോലെ 4 ഓഫ് വാൺസ് പറയുന്നത് എൻഗേജ്മെൻറ്റ്, മോറോവർ കല്യാണം എന്നതിനേക്കാൾ കല്യാണ നിശ്ചയം എന്നൊരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കല്യാണ നിശ്ചയത്തിലേക്കോ നിങ്ങളുടെ കല്യാണത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ബന്ധങ്ങളിലേക്കൊക്കെ നിങ്ങൾ റീയൂണിയനിൽ പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു സോൾമേറ്റ് റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു റീയൂണിയൻ്റെ ദിവസമാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ 4 ഓഫ് വാണ്ട് ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. വിദേശത്തുള്ള ആരെങ്കിലുമൊക്കെ നാട്ടിലേക്ക് വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ കാർഡുകൾ റിപ്പീറ്റഡ്ലി വരുമ്പോൾ അതിനർത്ഥം ചിലപ്പോൾ ഇന്ന് സംഭവിച്ചില്ലെങ്കിൽ ഇന്നലെ സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കും സംഭവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്, പക്ഷേ നമ്മളത് അറിയുന്നുണ്ടാകത്തില്ല. അപ്പോൾ അതാണ് 4 ഓഫ് വാണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വീട് വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഇന്നലെ വിചാരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ വിചാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാർഡിൽ ഇത് കാണും, വീട് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. പക്ഷേ നമുക്ക് വിസിബിളായിട്ടൊന്നും കാണൂല. പക്ഷേ എന്താ, ചുറ്റും അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടാവും, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ കാർഡ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വീടുമായി ബന്ധപ്പെട്ടാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചുറ്റും നടക്കുന്നുണ്ടാവും. പിന്നെ വീട് വാങ്ങുക, വിൽക്കുക ഒക്കെ ആകാം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാവാം. ഒരു യൂണിയൻ്റെ കാർഡാണ്, സോൾമേറ്റ് യൂണിയൻ്റെ കാർഡാണ്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവും. മാനിഫെസ്റ്റേഷൻ കാർഡാണ് 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസമാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ റെക്കഗ്നേഷൻ, ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു റെക്കഗ്നേഷൻ കിട്ടുന്നതോ ആദരിക്കപ്പെടുന്നതോ നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടുന്നതോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് നടക്കുന്നൊരു ദിവസം എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.